ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ദിസ്ബോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ID കാർഡ് പ്രിൻറ്റിംഗ് ബിസിനസ്സിനെ കുറിച്ചാണ്. തീർച്ചയായും കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ നിക്ഷേപത്തിൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന നല്ലൊരു വരുമാനം നേടിത്തരുന്ന ഒരു ബിസിനസ്സാണ് ID കാർഡ് പ്രിൻറ്റിംഗ് ബിസിനസ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രവർത്തനം തുടങ്ങിയ അടുത്ത മാസം തന്നെ മുതൽ മുടക്ക് തിരിച്ച് പ്രതീക്ഷിക്കരുത്. ഒരുപാട് പേരൊക്കെ ഈ 75,000 രൂപ നല്ല കുറഞ്ഞ മുതൽ മുടക്കിൽ ഒരുപാട് ലാഭം നേടാമെന്നൊക്കെ കണ്ട് തമ്പനയിൽ കണ്ട് വീഡിയോ കാണുന്നവരുണ്ട്. അവരോടൊക്കെയാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലാഭം നേടാൻ കഴിയുള്ളൂ. അത് ഏത് ബിസിനസ് ആയാലും അങ്ങനെയാണ്. ഇന്ന് ID കാർഡ് ഇല്ലാതെ സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. ഒരു ഹോട്ടൽ ജോലിക്കാരന് പോലും സ്ഥാപനം ID കാർഡ് നൽകുന്നു. വിദ്യാലയങ്ങൾ, കോളേജുകൾ എന്നിവിടങ്ങളിലും പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലും ഒരു വർഷം ആയിരക്കണക്കിന് ID കാർഡുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രത്യേക രീതിയിലുള്ള മെഷീനിലാണ് ID കാർഡുകൾ പ്രിൻ്റ് ചെയ്യുന്നത്. കണക്കുകൾ പ്രകാരം കേരളത്തിൽ പ്രതിവർഷം 1 കോടിയിലേറെ ID കാർഡുകൾ പ്രിൻ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ID കാർഡുകൾ പ്രിൻ്റ് ചെയ്യുന്നതിനായി ഒരു എക്സ്ക്ലൂസീവ് ഷോപ്പ് തുടങ്ങുന്നത് ഗുണകരമായിരിക്കും. വളരെ ചെറിയ മുതൽ മുടക്കിൽ ഉയർന്ന വരുമാനം ലഭിക്കുന്ന ഒരു ബിസിനസ്സാണിത്. ഷോപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് റൂമിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ തുടങ്ങാവുന്നതാണ്. 75,000 രൂപയാണ് ഇത്തരത്തിലൊരു സംരംഭം തുടങ്ങുന്നതിനായി വേണ്ട മുതൽ മുടക്ക്. പ്രവർത്തനം തുടങ്ങി അടുത്ത മാസം തന്നെ പ്രതീക്ഷിക്കരുത് ലാഭം. അതുപോലെ തന്നെ കാർഡും റിബണും ഉൾപ്പെടെ 15 രൂപ മുതൽ ഒരു ID കാർഡിന് നമുക്ക് ചിലവായി വരുന്നതാണ്. 15 രൂപ, 25 രൂപ മാക്സിമം ചിലവ് വരും. ഇതിന് പ്രധാനമായും വീട്ടമ്മമാർക്ക് എളുപ്പത്തിൽ ഈ സംരംഭത്തിൻ്റെ ഭാഗമായി മാറാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളും പ്രവാസികൾ എന്നിവർക്കും ഈ സ്ഥാപനം അല്ലെങ്കിൽ ഇത് പാർട്ട് ടൈമായിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന നല്ലൊരു ബിസിനസ്സാണിത്. പ്രധാനമായും നമ്മുടെ യുവാക്കൾക്ക് പഠനത്തോടൊപ്പം കൊണ്ടുപോകാൻ കഴിയുന്ന നല്ലൊരു ബിസിനസ്സാണ്. പ്ലാസ്റ്റിക് PVC കാർഡുകൾ പ്രിൻ്റ് ചെയ്യാൻ കഴിയുന്ന തെർമൽ കാർഡ് പ്രിൻ്ററാണ് പ്രധാനമായും നിക്ഷേപത്തിനായി വരുന്ന മെഷീനായി പറയുന്നത്. ഇതിലൂടെ സ്റ്റുഡൻസ് ID, സ്റ്റാഫ് ID, RFID, സ്മാർട്ട് കാർഡ്, ഡിജിറ്റൽ ID കാർഡ്, ആധാർ, ലൈസൻസ് തുടങ്ങിയ വ്യത്യസ്ത ഇനം കാർഡുകൾ പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇവിടെ നമ്മൾ ഇതിനായി ഉപയോഗിക്കുന്ന മെഷീൻ എന്ന് പറയുന്നത്. ഇനി പുതിയ കാർഡ് നിർമ്മിക്കണമെങ്കിൽ ഇതോടൊപ്പമുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഡാറ്റാബേസിലുള്ള വിവരങ്ങളും ചിത്രങ്ങളും ഉപയോഗിച്ച് കാർഡുകൾ നിർമ്മിക്കാവുന്നതുമാണ്. അതെല്ലാം വളരെ സിമ്പിളാണ്. PVC കാർഡ് പ്രിൻ്റർ, OMCKT, കളർ റിബൺ, ബ്ലാങ്ക് PVC കാർഡ് തുടങ്ങിയ ടാഗും തുടങ്ങിയവയാണ് ഇതിനായി ഓൺലൈനായി വാങ്ങേണ്ട മെഷീനറികളായിട്ട് വരുന്നത്. ഓൺലൈനായിട്ട് നേരിട്ടും വാങ്ങാവുന്നതാണ്. PVC കാർഡ് പ്രിൻ്റർ ഓൺലൈനായി വാങ്ങുന്നവർക്ക് ഇൻസ്റ്റാൾ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നതിന് സപ്പോർട്ട് ഉണ്ടായിരിക്കും. വിൽപ്പനാനന്തര സേവനം എന്നിവ പ്രിൻ്റർ നിർമ്മാതാവിൽ നിന്ന് ലഭിക്കുന്നതാണ്. നേരിൽ വാങ്ങുകയാണെങ്കിൽ ഡീലർമാർ തന്നെ അക്കാര്യത്തിൽ മുൻകൈ എടുക്കും. അതെല്ലാം നമ്മൾ നോക്കി വാങ്ങിയാൽ മതിയാകും. നമ്മുടെ നാട്ടിൽ ആർക്കും തുടങ്ങാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് ID കാർഡ് പ്രിൻറ്റിംഗ് ബിസിനസ്. ഇതിന് നിങ്ങൾ പ്രത്യേകം കടമുറികൾ വാടകയ്ക്ക് എടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ വരുന്നില്ല. അതെല്ലാം നിങ്ങൾക്ക് അധികം ചിലവായിരിക്കും. അല്ലെങ്കിൽ വേറെ മറ്റു ബിസിനസ്സിനോടൊപ്പം ഇതും കൊണ്ടുപോകാവുന്നതുമാണ്. അതുമാത്രമല്ല, ഈ ബിസിനസ് ഏറ്റവും കൂടുതൽ അനുയോജ്യമാകുന്നത് വിദ്യാർത്ഥികൾക്കും അതുപോലെ വീട്ടമ്മമാർക്കുമാണ്. മാർക്കറ്റിംഗ് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്പിറ്റലുകൾ തുടങ്ങിയ മനുഷ്യവാസം എവിടെയുണ്ടോ അവിടെയെല്ലാം ഒരുപോലെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആവശ്യമുള്ള ഒരു വസ്തുവാണ് ID കാർഡ്. ഈ ബിസിനസ്സിന് പുതുമകളൊന്നും തന്നെ അവകാശപ്പെടുന്നില്ല. പുതിയ ബിസിനസ്സാണെന്നും പറയുന്നില്ല. അതെല്ലാം നമുക്ക് വളരെ നല്ല രീതിയിൽ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമുക്കറിയാം, കേരളത്തിൽ ഒരു സ്കൂളിലായാലും കോളേജിലായും ID കാർഡ് ഉപയോഗിക്കാത്ത സ്ഥലങ്ങളില്ല. ഇതിൻ്റെ പ്രധാന പ്രത്യേകത എവിടെ വെച്ചും ചെറിയ ഒരു കമ്പ്യൂട്ടറിന് മുന്നിൽ നിന്നും തുടങ്ങാവുന്ന ബിസിനസ്സാണ്. നമുക്കിതിന് വേണ്ട മെഷീൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ആയാലും മതിയാകും. അതുപോലെ തന്നെ ID കാർഡ് പ്രിൻ്റ് ചെയ്യുന്ന ഒരു പ്രിൻ്റർ വാങ്ങണം. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രിൻ്റർ വാങ്ങണം. അതാണ് മെയിനായിട്ട് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ആവശ്യമായി വരുന്ന കളർ റിബൺ വേണം, PVC ID കാർഡ് വേണം, ബ്ലാങ്ക്, അതുപോലെ തന്നെ ID കാർഡിൽ ഉപയോഗിക്കുന്ന ടാഗ് വേണം. ഇത്രയും സാധനങ്ങളാണ് ഇതിനായി ആവശ്യമായി ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടർ നിങ്ങൾ സാധാരണ ഒരു കമ്പ്യൂട്ടർ മതിയാകും. ഈ മെഷീൻ എല്ലാം തന്നെ ഓൺലൈനായാലും ഓഫ്ലൈനായും വാങ്ങാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഓൺലൈനിൽ കുറച്ച് ഓഫറുകളൊക്കെ കൂടുതലായിരിക്കും. അത് നോക്കി വാങ്ങുക.
ഇതിന് ഓഫീസിൻ്റെ ആവശ്യമൊന്നുമില്ല. വീടുകളിൽ ഒരു റൂമിൽ തുടങ്ങാവുന്ന ഒരു ബിസിനസ്സാണിത്. ഏകദേശം ഒരു ID കാർഡ് പ്രിൻറ്റ് ചെയ്യുന്നതിന് ചിലവായി വരുന്നത് 15, 20, 25 രൂപയാണ്. അത് നമുക്ക് 150, 200, 100 എന്നീ രൂപ വിലകളിൽ വിൽക്കാവുന്നതുമാണ്. എന്തായാലും അത് നിങ്ങൾക്ക് നല്ല ഓർഡർ എടുത്ത് ചെയ്തു കൊടുക്കുമ്പോൾ മിനിമം റേറ്റിട്ട് കൊടുക്കാവുന്നതാണ്. നല്ല ലാഭം ഉണ്ടാക്കാവുന്നതുമാണ്. കേരളത്തിൽ ID കാർഡ് പ്രിൻറ്റ് ചെയ്യുന്നവർ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതിലേറെ ആവശ്യക്കാരാണ് ID കാർഡിനുള്ളത്. 1 ലക്ഷം രൂപയ്ക്ക് താഴെ തുടങ്ങാൻ കഴിയുന്ന നല്ലൊരു ബിസിനസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ആശയം പറയുന്നത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചാണ്. അവരുടെ പഠന ചിലവ് സ്വന്തമായി നടത്തിക്കൊണ്ടു പോകാൻ കഴിയും ഈ ബിസിനസ്സിലൂടെ. അതുമാത്രമല്ല, നിങ്ങൾ പഠിക്കുന്ന സ്കൂൾ ലെവലിലായാലും കോളേജുകളിലായാലും അവിടുത്തെ ഓർഡർ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതുമാണ്. നിങ്ങളുടെ പ്രിൻസിപ്പളായിട്ട് നല്ല മിങ്കിളായിട്ടുള്ളവർക്ക് ആ ഓർഡർ ലഭിക്കുകയും നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നതുമാണ്. അതുമാത്രമല്ല, മൊബൈൽ ഷോപ്പ് നടത്തുന്നവർക്കും ഇൻ്റർനെറ്റ് കഫേ നടത്തുന്നവർക്കും ഫോട്ടോ സ്റ്റേറ്റ് ഷോപ്പ് നടത്തുന്നവർക്കും സ്റ്റുഡിയോ നടത്തുന്നവർക്കും എല്ലാവർക്കും ഒരു കമ്പ്യൂട്ടർ എവിടെയുണ്ടോ അവിടെ അതിന് മുന്നിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പാർട്ട് ടൈം ബിസിനസ്സാണിത്. ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം തന്നെ എളുപ്പത്തിൽ ലഭിക്കുമെന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ കാലം നിലനിൽക്കുന്നതുമാണ്. ആയതിനാൽ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതുമാണ്. QR കോഡ് അടങ്ങിയ എത്ര കാലം സൂക്ഷിക്കാവുന്ന വിസിറ്റിംഗ് കാർഡുകൾ നിർമ്മിച്ചു കൊടുക്കാവുന്നതുമാണ് ഇതിലൂടെ. ഇത്തരത്തിൽ കേടുവരാതെ സൂക്ഷിക്കാവുന്ന രേഖകൾ പ്രിൻറ്റ് ചെയ്യാനും PVC കാർഡുകളാണ് ഉപയോഗിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം നേട്ടങ്ങളായി നിങ്ങളുടെ ഉപഭോക്താക്കളിൽ എത്തിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും നല്ല ഓർഡറുകൾ ലഭിക്കുന്നതാണ്. ബിസിനസ് അന്വേഷിക്കുന്ന എല്ലാവരിലേക്കും ഈ ആശയങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക. Thank you for watching my video.